JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് ഡിവിഷണൽ അക്കൗണ്ടിന്റെ പരീക്ഷയ്ക്ക് ഇനി 9 ദിവസം കൂടി മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The primary purpose of preparing a trading account is to determine. The primary purpose of preparing a trading account is to determine. അതായത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം ഇവയാണ്. ഈ താഴെ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് അതിന്റെ ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് അല്ലേ? The primary purpose of preparing a trading account is to determine gross profit. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following items is usually debited to the trading account? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് സാധാരണയായിട്ട് ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ഈസ് യൂഷ്വലി ഡെബിറ്റഡ് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ്. ഗ്രോസ് പ്രോഫിറ്റ് ഇനി പറയുന്ന ഏത് രീതിയിൽ കണക്കാക്കുന്നു? 4 രീതികൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏത് രീതിയിലാണ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്കാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് അല്ലേ? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an example of a direct expense? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് നേരിട്ടുള്ള ചെലവിന് ഉദാഹരണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് നേരിട്ടുള്ള ചെലവിന് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which of the following is an example of a direct expense? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വേജസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വേജസ്. അടുത്ത ക്വസ്റ്റ്യൻ. The profit and loss account is prepared to ascertain. അതായത് ലാഭനഷ്ട അക്കൗണ്ട് ഇനി പറയുന്നവ ഉറപ്പാക്കാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് ആണ് ഉറപ്പാക്കാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഓപ്ഷൻസ് 4 ഉണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർടൈൻ. ഏതാണ് ശരി ഉത്തരം? നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an example of an indirect expense? Which of the following is an example of indirect expense? അതായത് ഈ താഴെ പറയുന്നവയിൽ ഏതാണ് പരോക്ഷ ചെലവിന് ഉദാഹരണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് പരോക്ഷ ചെലവിന് ഉദാഹരണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, ഓഫീസ് സാലറീസ്. അതാണ് പരോക്ഷ ചെലവിന് ഉദാഹരണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഏതാണ്? ഓഫീസ് സാലറീസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ്. അതായത് പ്രവർത്തന ലാഭം ഇനി പറയുന്ന രീതിയിൽ കണക്കാക്കുന്നു. ഏത് രീതിയിലാണ് കണക്കാക്കുന്നത് നിങ്ങൾക്കറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാ ശരി ഉത്തരം? ഏതാണ്? ആലോചിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following items is usually credited to the profit and loss account? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് സാധാരണയായി ലാഭനഷ്ട അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ 4 ഏതാണ് ലാഭനഷ്ട അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഏതാണ്? കമ്മീഷൻ റിസീവ്ഡ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ഈസ് യൂഷ്വലി ക്രെഡിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? കമ്മീഷൻ റിസീവ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബാലൻസ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ, അതായത് ഈ ട്രേഡിംഗ് അക്കൗണ്ടിലെ ബാലൻസ് ഏതിലേക്കാണ് മാറ്റുന്നത്? ഇതിലേക്ക് മാറ്റുന്നത്. ഏതിലേക്കാണ് മാറ്റുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതിലേക്കാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് മാറ്റുന്നത്? ദ ബാലൻസ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ, ഏതാണ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദ ബാലൻസ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ. Account carriage outwards is shown in the, account carriage outwards is shown in the, അതായത് അക്കൗണ്ട് കാരിയേജ് പുറത്തേക്ക് കാണിക്കുന്നത്, അക്കൗണ്ട് കാരിയേജ് ഔട്ട്വേർഡ്സ് ഈസ് ഷോൺ ഇൻ ദ, ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ബാലൻസ് ഷീറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. എ ബാലൻസ് ഷീറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. അതായത് ഒരു ബാലൻസ് ഷീറ്റ് ഒരു ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി കാണിക്കുന്നു. എങ്ങനെയാണ് കാണിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എ ബാലൻസ് ഷീറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. അടുത്ത ക്വസ്റ്റ്യൻ. The basic accounting equation is, the basic accounting equation is, അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യം. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറണ്ട് അസറ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് നിലവിലെ ആസ്തി? അതായത് കറണ്ട് അസറ്റ് ഏതാണ്? താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഡെപ്റ്റേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറണ്ട് അസറ്റ്? ഡെപ്റ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറണ്ട് ലയബിലിറ്റി? ഏതാണ് താഴെ പറയുന്നതിൽ ഏതാണ് നിലവിലെ ബാധ്യത? കറണ്ട് ലയബിലിറ്റി ഏതാണ്? ബാങ്ക് ലോൺ ആണോ, ഡിബെഞ്ചേഴ്സ് ആണോ, ക്രെഡിറ്റേഴ്സ് ആണോ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ് ആണോ? ഏതാണ് കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത്? ഒന്ന് ആലോചിച്ചേ, ഏതാണ്? ക്രെഡിറ്റേഴ്സ് ആണല്ലേ, ക്രെഡിറ്റേഴ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഗുഡ് വിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ, ഗുഡ് വിൽ ഒരു എക്സാമ്പിൾ ആണ്. എന്തിന്റെ എക്സാമ്പിൾ ആണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഗുഡ് വിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുഡ് വിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോൺ ഓൺ ദ, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോൺ ഓൺ ദ, കുടിശ്ശിക ശമ്പളം ഇതിൽ കാണിച്ചിരിക്കുന്നു. ഏതിലാണ് കുടിശ്ശിക ശമ്പളം കാണിച്ചിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെ അകത്താണ് കുടിശ്ശിക ശമ്പളം കാണിച്ചിരിക്കുന്നത്? ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അല്ലേ? ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ഷോൺ ഓൺ ദ, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അതായത് പ്രീപെയ്ഡ് ചെലവ് ഏതിലാണ് കാണിച്ചിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതിലാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ഷോൺ ഓൺ ദ അസറ്റ് സൈഡ്സ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇൻക്ലൂഡ്. എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബാലൻസ് ഷീറ്റിലെ ഷെയർ ഹോൾഡർമാരുടെ ഫണ്ടുകളിൽ ഇവ ഉൾപ്പെടുന്നു. ഏതാണ് ഉൾപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇൻക്ലൂഡ്, ഏതാണ്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ കറണ്ട് ലയബിലിറ്റി? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് കറണ്ട് ഇതര ബാധ്യത? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ കറണ്ട് ലയബിലിറ്റി? ഏതാണ്?
ലോങ് ടേം ലോൺ ആണല്ലേ, ലോങ് ടേം ലോൺ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The term balance sheet derives its name from the fact that it, അതായത് ബാലൻസ് ഷീറ്റ് എന്ന പദത്തിന് അതിന്റെ പേര് ലഭിച്ചത് ഏതാണ്? അത് ഏതാണ്? The term balance sheet derives its name from the fact that it, ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണല്ലോ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ. ഷോസ് ദാറ്റ് assets are equal to liabilities plus owners equity. Shows that assets are equal to liabilities plus owners equity. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.